Hi all. So today I'm here with My Mother at 66 by Kamala Das. Okay. So as you know, this is the first poem in the book Flamingo. നമുക്ക് നോക്കാം ചാപ്റ്ററിൽ എന്താണെന്നുള്ളത്. നമുക്കറിയാം കമലാദാസിന്റെ ഒരു റൈറ്റിംഗ് സ്റ്റൈൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഷീസ് എ കൺഫെഷണൽ പോയറ്റ് അല്ലെ. കൺഫെഷണൽ പോയറ്റ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് she always expresses her emotions and feelings and she always values her relationship. നിങ്ങൾ ഇപ്പം കമലാദാസിന്റെ സ്റ്റോറീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം എൻ്റെ ലോകം, എൻ്റെ കഥ, അങ്ങനെയുള്ള കുറേ നല്ല നല്ല സ്റ്റോറീസ് ഉണ്ട്. ആൻഡ് ഇൻ ദാറ്റ് സ്റ്റോറീസ് ഓർ ഇൻ ദാറ്റ് ബയോഗ്രഫീസ്, ഇൻ ദാറ്റ് ഓട്ടോബയോഗ്രഫീസ് ഷീ ഈസ് സ്പീക്കിംഗ് അബൌട്ട് അതായത് ഹെർ റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ ദാറ്റ് ഷീ ഈസ് ഗോയിങ് ത്രൂ. അതിലൂടെയാണ് ഷീ ഈസ് എക്സ്പ്രസിങ് ഹെർ ഇമോഷൻസ് ആൻഡ് ഫീലിങ്സ്. പക്ഷെ ഈ ഒരു പോയത്തിലൂടെ ഷീ ഈസ് എക്സ്പ്രസിങ് ഹെർ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ടുവേർഡ്സ് എ മദർ ഹൂ ഈസ് അറ്റ് ദ ഏജ് ഓഫ് 66. അതായത് അമ്മയ്ക്ക് 66 വയസ്സായി, അമ്മ ഏജ്ഡ് ആയി എന്നുള്ളൊരു കൺസേൺ നമ്മളുടെ പോയിറ്റിനെ നല്ലോണം വറി ചെയ്യുന്നുണ്ട്. അതാണ് ഈ ത്രൂ ഔട്ട് ദ പോയം നമുക്ക് കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ പോയറ്റ് ഈ ഒരു പോയം എഴുതിയിരിക്കുന്നത് ഒരു കോൺവെർസേഷണൽ ടോണിലാണ്. അതായത് നമ്മളോട് റീഡേഴ്സിനോട് സംസാരിക്കുന്ന രീതിയിലാണ് പോയറ്റ് പോയം എഴുതിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ when we move ahead, this is just an extra point, that is the third point, that is 7 ages of man. If you want to give an introduction for the poem, you can very well go with the 7 ages of man, which has been prescribed by or which has been described by വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ ഒരു പോയത്തിൽ പറയുന്നുണ്ട് 7 ages of man. അതായത് ഓരോ ഏജിന്റെയും പെക്യൂലാരിറ്റി എന്താണ് എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് വില്യം ഷേക്സ്പിയർ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. ഇവിടെ അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് പോയറ്റ് ഇസ് ഹാവിങ് എ ചൈൽഡ്ഹുഡ് ഫിയർ. അതായത് നമ്മൾക്ക് ചൈൽഡ്ഹുഡിൽ ഉണ്ടാവുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക്, ഒരു ചൈൽഡ്ഹുഡിൽ കൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലൈക്ക് വിൽ ഐ ലോസ് മൈ മദർ, അതായത് എൻ്റെ അമ്മ മരിച്ചു പോവോ എന്നുള്ളൊരു പേടി ഉണ്ടാവും അല്ലെ. ആ ഒരു ചൈൽഡ്ഹുഡ് ഫിയറിനെ കുറിച്ച് പോയിട്ട് കമലാദാസ് ഒരു പോയത്തിൽ ഒരു ലൈൻ ചൈൽഡ്ഹുഡ് ഫിയർ എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. ഓക്കെ. പിന്നെ അത് അതായത് ചൈൽഡ്ഹുഡ് ഒരു ഏജ് ആണ്. അതുപോലെ തന്നെ അമ്മ ഒരു 66 ഏജ് ആയ ഒരു അമ്മയാണ്, 66 ഇയേഴ്സ് ആയ ഒരു അമ്മയാണ്. സോ ഷീ ഇസ് മേ ബി ഷീ ഇസ് ഇൻ ഹെർ ഓൾഡ് ഏജ് അല്ലെ. ഓൾഡ് ഏജിലൂടെ ഗോ ത്രൂ ചെയ്യുന്ന ഒരു അമ്മയാണ് ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. അപ്പൊ രണ്ട് ഏജസും ഇതിലൂടെ പോയറ്റായ കമലാദാസ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ചാപ്റ്ററിൽ ടെക്സ്റ്റ് ബുക്കിൽ ഫ്രണ്ട് സൈഡിൽ തന്നിരിക്കുന്ന ആ കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കാം. എനിക്ക് തോന്നുന്നു ആ തന്നിരിക്കുന്ന ആ പാരഗ്രാഫിൽ ആ അവസാനത്തെ 2 ലൈൻ, ആൻഡ് ദാറ്റ് ഇസ് സ്പെസിഫൈങ് അബൌട്ട് ദ റിലേഷൻഷിപ്പ് ദാറ്റ് കമലാദാസ് ആസ് എ പോയറ്റ് ഇസ് ഗോയിങ് ത്രൂ ഹെർ റിലേഷൻഷിപ്പ്. അതിനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ നമുക്ക് കൺഫെഷണൽ പോയറ്റ് എന്ന ഒറ്റ വാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒതുക്കാം. ഓക്കെ. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. യാ. ജസ്റ്റ് ഒരു ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്, കാരണം ഇത് പോയാണ്. when you take the case of poems, you should have a clear cut idea regarding each and every line in the poem and also the poetic device. നിങ്ങൾക്ക് poetic devices എന്താണെന്ന് നന്നായിട്ട് അറിഞ്ഞിരിക്കണം ഒരു പോയത്തിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ ലൈൻ ബൈ ലൈൻ, വേർഡ് ബൈ വേർഡ് എന്താണ് ആ പോയത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതും you should have a clear cut idea. നിങ്ങൾ ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണ്, so you should know all these things. Okay. സോ ആസ് യു നോ, പോയറ്റ് എങ്ങോട്ട് പോവാണ്, വെളിയിലോട്ട് പോവാണ്, വേറൊരു നാട്ടിലോട്ട് പോവാണ്. സോ ഷീ ഈസ് അവര് കൊച്ചിയിൽ നിന്നാണ് പോകുന്നത്, കൊച്ചി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ. ഡ്രൈവിംഗ് ഫ്രം മൈ പാരൻസ് ഹോം ടു കൊച്ചിൻ ലാസ്റ്റ് ഫ്രൈഡേ മോർണിംഗ്. Okay, driving from my parents' home. She is going to Cochin, not to Cochin. Yeah, she's not from Cochin, but she is moving to Cochin. That to parents വീട്ടിൽ നിന്നാണ്, അതായത് പാരൻസിന്റെ വീട്ടിൽ നിന്ന് എങ്ങോട്ട് പോവാണ്, കൊച്ചിയിലോട്ട് പോവാണ്. That to last Friday. സോ മൈ മദർ ബിസൈഡ് മീ, എൻ്റെ അടുത്ത് അമ്മ ഉണ്ടായിരുന്നു. ആൻഡ് അമ്മ എങ്ങനെയായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നു, ആലോചിക്കുക. ഒരു കാറിൽ അമ്മ പോവാണ്, അമ്മയും മകളും ഉണ്ടായിരുന്നു, ഒരേ സീറ്റിലായിരുന്നു, ബാക്ക് സൈഡ് ആയിരുന്നു. അമ്മയെ നോക്കുന്ന സമയത്ത് മകൾ അമ്മയെ നോക്കുവാണ്, അമ്മ ഉറങ്ങി കിടക്കുവാണ്, ഓപ്പൺ മൗണ്ട് ആണ്. അതുപോലെ എന്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, ലൈക്ക് എ ഡെഡ് ബോഡി, ആഷൻ ലൈക്ക് എ കോപ്സ്. കോപ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡി എന്നാണ് അവിടെ ഉദ്ദേശിക്കുന്നത്.
So her face was like a dead body, like that of a corpse എന്നാണ് പറയുന്നത്. Realized with pain that she was as old as she looked, but soon. അതായത് അമ്മ വയസ്സായിക്കൊണ്ടിരിക്കുവാണ്, അമ്മയ്ക്ക് വയസ്സായിക്കൊണ്ടിരിക്കുവാണെന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ റിപ്പീറ്റായി വന്നുകൊണ്ടിരിക്കുവാണ് എന്നാണ് പോയിറ്റ് പറയുന്നത്. പക്ഷെ പോയിറ്റ് എന്ത് ചെയ്യുവാണ്, ഐ പുട്ട് ദാറ്റ് തോട്ട് അവേ, ഞാൻ ആ ചിന്തയെ മാറ്റിവെച്ചു. എന്നിട്ട് ഐ എം ലുക്കിംഗ് ഔട്ട്സൈഡ് ആൻഡ് ഐ ലുക്ക് ഔട്ട് അറ്റ് യങ് ട്രീസ് സ്പ്രിന്റിങ്. അതായത് വെളിയിലോട്ട് നോക്കിയ സമയത്ത്, നമ്മൾ ഈ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം മരങ്ങൾ നമ്മളുടെ പുറകിലോട്ട് പോകും അല്ലെ, അത് തന്നെയാണ് അവിടെയും സംഭവിക്കുന്നത്. ട്രീസ് തിരിച്ചു മൂവ് ചെയ്യുന്നു, ട്രീസ് സ്പ്രിന്റിങ് ആൻഡ് മേരി ചിൽഡ്രൻ സ്പില്ലിംഗ് ഔട്ട് ഓഫ് ദെയർ ഹോം. സന്തോഷ ആയിട്ട് നടക്കുന്ന കുട്ടികൾ, ദേ ആർ ഔട്ട് ഓഫ് ദെയർ ഹോം, അവർ വീട്ടിന് പുറത്താണ്, ദേ ആർ പ്ലേയിങ് വിത്ത് ദെയർ മേറ്റ്സ്. ഓക്കെ, അവരുടെ ഫ്രണ്ട്സുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുവാണ്. അതായത് അമ്മ ഇവിടെ അടുത്ത് കിടക്കുന്നുണ്ട്, അത് ടോട്ടൽ ഇൻആക്ടിവിറ്റി ആണ് കാണിക്കുന്നത്. അമ്മയുടെ ഡെത്തുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്, അമ്മയുടെ ഒരു ഡെഡ് ബോഡി ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു തോട്ട് മാറ്റി വെച്ച്, ഒരു ഇൻആക്റ്റീവ് ആയിട്ടുള്ള ഒരു തോട്ട് മാറ്റി വെച്ച് ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരു തോട്ടിലേക്ക് പോവാണ് പോയിട്ട്. അതാണ് ട്രീസ് സ്പ്രിന്റ് ചെയ്യുന്നത്. പിന്നെന്താണ്, മേരി ചിൽഡ്രൻ, ഹാപ്പി ആയിട്ടുള്ള ചിൽഡ്രൻ വെളിയിൽ കളിക്കുന്നതായിട്ടുള്ള ചിന്തകൾ. സോ ആക്റ്റീവ്നെസ് ആൻഡ് ഇൻആക്റ്റീവ്നെസ്. ഓക്കെ, പിന്നെ ബട്ട് ആഫ്റ്റർ ദ എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് സ്റ്റാൻഡിങ് എ ഫ്യൂ യാർഡ്സ്, അതായത് എയർപോർട്ട് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു, കുറച്ച് അമ്മയിൽ നിന്നും കുറച്ച് അകലം പാലിച്ച് ഞാൻ നിൽക്കുവാണ്. എവേ ഐ ലുക്ക്ഡ് അഗെയിൻ അറ്റ് ഹെർ, അതായത് സെക്യൂരിറ്റി ചെക്ക് ഒക്കെ കഴിഞ്ഞു, പിന്നെയും കയറാൻ പോവാണ്, അതായത് ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ഹെർ ഫേസ് വാസ് ലുക്കിംഗ് വാൻ പെയിൽ, ലേറ്റ് വിന്റേഴ്സ് മൂൺ ആൻഡ് ഫെൽ ദാറ്റ് ഓൾഡ് ഫെമിലിയർ ഏക്ക്. ലേറ്റ് വിന്റേഴ്സ് മൂൺ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമ്മയുടെ മുഖം കുറച്ച് പെയിൽ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ലേറ്റ് വിന്റേഴ്സ് മൂൺ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. നമുക്കറിയാം വിന്റർ എന്ന് പറയുന്നത് സീസൺ എടുക്കുവാണെങ്കിൽ, ഫുൾ സീസൺ എടുക്കുവാണെങ്കിൽ വിന്റർ ആണ് ഏറ്റവും അവസാനം വരുന്ന സീസൺ. ആ സീസൺ അവസാനത്തെ സീസണിലെ അവസാനത്തെ മൂൺ, ലേറ്റ് വിന്റേഴ്സ് മൂൺ അങ്ങനെയാണ് പറയുന്നത്. ലേറ്റ് വിന്റേഴ്സ് മൂൺ ഫെൽറ്റ് ദാറ്റ് ഓൾഡ് ഫെമിലിയർ ഏക്ക്, അമ്മയുടെ മുഖം കാണുമ്പോൾ കുറച്ച് പെയിലായിരുന്നു. അതുപോലെ ലേറ്റ് വിന്റർ മൂണായിട്ട് കമ്പയറും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു സങ്കടം മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സങ്കടം എന്താണ്, മൈ ചൈൽഡ്ഹുഡ് ഫിയർ. അതായത് നമുക്കറിയാം ഈ ചെറിയ കുട്ടികൾ അമ്മയിൽ നിന്ന് വിട്ടു പോകുന്ന സമയത്ത്, അമ്മ എവിടേക്കെങ്കിലും പോവോ, അമ്മ എന്നെ വിട്ടിട്ട് പോവോ, അമ്മ മരിച്ചു പോവോ എന്നുള്ളൊരു പേടിയാണ് അവിടെ ചൈൽഡ്ഹുഡ് ഫിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം ചെറിയ കുട്ടികൾക്ക് അമ്മയെ വിട്ട് നിൽക്കാൻ പറ്റില്ല. ആ ഒരു ചൈൽഡ്ഹുഡ് ഫിയർ, അതായത് അമ്മ എന്നിൽ നിന്നും പിരിഞ്ഞു പോവോ എന്നുള്ളൊരു പേടി. ബട്ട് ഓൾ ഐ സെഡ് വാസ് സീ യു സൂൺ അമ്മ. ഇതൊക്കെ ഈ ഒരു ഫിയർ ഉണ്ടെങ്കിൽ കൂടി പോയിട്ട് ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, സീ യു സൂൺ അമ്മ. അത് മാത്രം പറഞ്ഞ് ഓൾ ഐ ഡിഡ് വാസ് സ്മൈൽ സ്മൈൽ ആൻഡ് സ്മൈൽ. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഐ ഓൺലി സ്മൈൽ സ്മൈൽ ആൻഡ് സ്മൈൽ. ഇതാണ് പോയിട്ട് പറയുന്നത്. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. പിന്നെ ഈ ഒരു പോയത്തിന്റെ ടൈറ്റിൽ എടുക്കുവാണെങ്കിൽ നിങ്ങൾ മൈ മദർ M is repeated. So from the title itself, it is very clear that throughout the poem, full of poetic devices and okay, my mother, my it is repeated twice. Okay, and 66 എടുക്കുവാണെങ്കിലും 66 അതും repeated ആണ്. അത് also alliteration. There are several other alliteration in the poem. As you know, alliteration is the repetition of കൺസണന്റ് സൗണ്ട്സ് അല്ലെ. അതായത് ഒരേ സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നതിന് നമ്മൾ എന്ത് പറയും, അലിറ്ററേഷൻ പറയും. ഓക്കെ, സോ മൈ മദർ റിപ്പീറ്റ് ചെയ്ത് വന്നു, അവിടെ എന്തായി, അലിറ്ററേഷൻ ആയി മാറി. അതുപോലെ തന്നെ അസനൻസ് ഉണ്ട് ഈ പോയത്തിൽ, അത് വവൽ സൗണ്ട് ആണ്. ഓപ്പൺ, ഓ, ഓപ്പൺ മൗത്ത്, ഓ ഓ, ഓപ്പൺ മൗത്ത്. ഓക്കെ, ഓ ഇസ് റിപ്പീറ്റഡ്, സോ ദാറ്റ് ഇസ് എ വവൽ സൗണ്ട്. സോ അതാണ് അസോനൻസ് ആയിട്ട് വരുന്നത്. പിന്നെ സിമിലി നമുക്കറിയാം, ലൈക്ക് ആൻ കോപ്സ് എന്ന് പറഞ്ഞു, പിന്നെ ലേറ്റ് വിന്റർ മൂണുമായിട്ട് കമ്പയർ ചെയ്തു. അതൊക്കെ എന്താണ്, സിമിലിയാണ്. ഓക്കെ, പിന്നെ റിപ്പീറ്റേഷൻ, സ്മൈൽ സ്മൈൽ ആൻഡ് സ്മൈൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ലുക്ക് ലുക്ക്, അതും റിപ്പീറ്റ് ആയി വന്നിട്ടുണ്ട്. കൺസണൻസ്, റിപ്പീറ്റേഷൻ ഓഫ് കൺസണൻറ്റ് സൗണ്ട്സ് തന്നെയാണ്. പിന്നെ ഇമേജറി, അതായത് ട്രീസ് പ്രിന്റിങ്, പിന്നെ അതുപോലെ തന്നെ മേരി ചിൽഡ്രൻ, അതൊക്കെ എന്താണ്, പോയറ്റിക് ഡിവൈസസ് ആണ്. ഓക്കെ, സോ ഒരു പോയം എടുക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ബോർഡിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ, അതുപോലെ തന്നെ പോയറ്റിക് ഡിവൈസസ് എല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. യു ജസ്റ്റ് ഗോ ത്രൂ ദ പോയം. ഇഫ് ദർ ഈസ് എനി അതർ ഡൗട്ട്സ്, ഡു ലെറ്റ് മീ നോ ത്രൂ ദ കമന്റ്സ്. ഓക്കെ, താങ്ക് യു.